കഴിഞ്ഞ 2 ദിവസമായി ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. മഴ ശക്തമായതോടെ മഴക്കെടുതികളും വ്യാപകമായി. മരം ഒടിഞ്ഞു വീണ് 2 പേർക്ക് പരിക്കേറ്റു. ഇതിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യപ്രദേശ് സ്വദേശിനി മാലതി ഇന്ന് രാവിലെ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. കനത്ത മഴയിൽ രാജകുമാരിയിലും നെടുങ്കണ്ടത്തും വീടിനു മുകളിൽ മരം ഒടിഞ്ഞു വീണു. വീടുകളിൽ ആളുകളില്ലാത്തതിനാൽ അപകടമൊഴിവായി. ജലനിരപ്പ് ഉയർന്നതോടെ കല്ലാറുകുട്ടി ഡാമിലെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തി. മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഇന്നലെ വൈകിട്ട് 5:30-നാണ് ഉയർത്തിയത്. എന്നാൽ ഇത് സംബന്ധിച്ച യാതൊരു മുന്നറിയിപ്പും പ്രദേശവാസികൾക്ക് നൽകിയില്ല. മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെയാണ് തുറന്നതെന്ന വാർത്ത നിഷേധിക്കുകയാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഭാവിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ കുറെ കൂടി ജാഗ്രത പുലർത്തണം എന്നുള്ളതിന് ആവശ്യമായ നിർദ്ദേശം ജില്ലാ അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങൾ കിട്ടിയാൽ അപ്പം തന്നെ അറിയിപ്പ് പോകണം. തൊടുപുഴയ്ക്ക് സമീപം പടിഞ്ഞാറെ കോടിക്കുളത്ത് ആഞ്ഞടിച്ച കാറ്റിൽ വ്യാപകമായി കൃഷി നശിച്ചു. ഏക്കർ കണക്കിന് സ്ഥലത്തെ റബ്ബർ മരങ്ങളാണ് ഒടിഞ്ഞു വീണത്. മഴ കണക്കിലെടുത്ത് വിനോദസഞ്ചാര മേഖലയിൽ ചില നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. ഇടുക്കിയിൽ നാളെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ മലയോര മേഖലയിലേക്കുള്ള രാത്രി യാത്രയെങ്കിലും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇടുക്കിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.